സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ഉപകാരപ്രദമാകുന്ന ജനനി പദ്ധതിയിൽ പ്രതിസന്ധി 56 കോടി രൂപയാണ് ആശുപത്രികൾക്ക് കുടിശ്ശികയായി കൊടുക്കാനുള്ളത്. ഗർഭിണികൾക്ക് ഭക്ഷണവും മരുന്നും നൽകുക, പ്രസവശേഷം മാതാവിനെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 4 മാസമായി പണം കിട്ടാതായതോടെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. 24 എക്സ്ക്ലൂസീവ്. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി ഞങ്ങൾക്ക് ഇതിൻ്റെ പൈസ കിട്ടാൻ ഒരുപാട് ഡിലേ വരികയാണ്. ഇതിന് മുമ്പ് ഒരു നവംബറിൻ്റെ മുമ്പ് വരെ നമുക്ക് ഇത് ഒരു മാസം ബില്ല് ഫുള്ള് നമ്മൾ ഇത് ചെയ്ത് കൊടുത്താൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ബില്ല് പാസ്സായി വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശേഷം ഈ ബില്ല് ഒക്കെ പെൻഡിങ് ആണ്. ഇത് അന്വേഷിക്കേണ്ട എല്ലാ തലത്തിലും പോയി അന്വേഷിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ്. ഞങ്ങളെന്ത് ചെയ്യണത്? ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് മറ്റുള്ള എല്ലാ സംഗതികൾക്കും ഫണ്ട് ഉണ്ടെങ്കിൽ ആരോഗ്യരംഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ടാക്സി തൊഴിലാളികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ പദ്ധതി എന്താണെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഒരു ഗർഭിണിക്ക് അവരുടെ ചികിത്സ, അതോടൊപ്പം തന്നെ ഭക്ഷണം, വിവിധ ടെസ്റ്റുകൾ, മരുന്നുകൾ, പിന്നെ സിസേറിയൻ ആണെങ്കിൽ അതിന്റെ ചിലവുകളും, അതോടൊപ്പം തന്നെ പ്രസവശേഷം കുഞ്ഞിനാവശ്യമായ ചികിത്സയും ഭക്ഷണവും എല്ലാം തന്നെ സൗജന്യമായി നൽകുന്നതാണ് ഈ പദ്ധതി. അതോടൊപ്പം തന്നെ പ്രസവശേഷം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ യാത്ര പൂർണ്ണമായും സൗജന്യമായിട്ടാണ്. ഇങ്ങനെ ഇവയെല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ജനനി സുരക്ഷ ശിശു കാര്യക്ഷമം എന്നുള്ള ഒരു പദ്ധതി. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഈ ടാക്സി തൊഴിലാളികളാണ്. അതായത് ഈ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ടാക്സി തൊഴിലാളികളാണ്. പ്രത്യേകിച്ച് കോൺട്രാക്ട് മുഖേനയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഇവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, കഴിഞ്ഞ 4 മാസമായി ഇവർക്ക് ഈ യാത്രാ ചെലവിനുള്ള പണം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതിയായി പറയുന്നത്. നേരത്തെയൊക്കെ തന്നെ ഇവരുടെ യാത്രാ ചെലവിന്റെ 1 മാസത്തെ ബില്ല്, അതിന്റെ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം തന്നെ 15 ദിവസത്തിനകം തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇതിന്റെ ഒരു പണം എത്തുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 മാസമായി ഇവർക്ക് പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ടാക്സി ഡ്രൈവർക്ക് ഏതാണ്ട് 7,000 മുതൽ 15,000 രൂപ വരെയാണ് ലഭിക്കാനുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലോൺ എടുത്തൊക്കെയാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പണം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ലോൺ അടക്കാനുള്ള ഇതിലേക്ക് പണം ഒക്കെ തന്നെ മാറ്റിവെക്കാമായിരുന്നു. ഏതായാലും നിലവിൽ പണം ലഭിക്കാതെ അതോടെ ഇവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ് എന്നുള്ളതാണ്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് അതിലേക്ക് ഫണ്ട് നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ഇതിലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിശദീകരണം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധി കണക്കിലെടുത്ത് അവരുടെ 40% അഡ്വാൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതും നിലവിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഈ ഫണ്ട് നൽകാതിരിക്കാനുള്ള ഒരു കാരണമായി നാഷണൽ ഹെൽത്ത് മിഷൻ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ബ്രാൻഡിംഗ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടപ്പിലാക്കാത്തതാണ് ഈ ഫണ്ട് നൽകാതിരിക്കാനുള്ള കാരണമായി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് എന്നുള്ളത് എല്ലാ ആശുപത്രികളും ഒരു നിശ്ചിത കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു കളറിലേക്ക് മാറ്റുക തുടങ്ങിയ, കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേരുകൾ നൽകുക തുടങ്ങിയ ബ്രാൻഡിംഗ് ആണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. എന്നാൽ തൽക്കാലം അത് നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഈ ഒരു ബ്രാൻഡിംഗ് നടപ്പിലാക്കാത്തതാണ് നിലവിൽ ഫണ്ട് നൽകാതിരിക്കാനുള്ള കാരണമായി നിലവിൽ ആരോഗ്യവകുപ്പ്, ഒപ്പം തന്നെ NHM നിലവിൽ നമ്മോട് വിശദീകരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം.